അതായത് ഇന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്കപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്തിരിയലിന് CJP തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജന്തർ മന്ദറിന് സമീപത്ത് നിന്ന് സജോ ദേവസ്യ കൂടി ചേരുകയാണ്. സജോ, കഴിഞ്ഞ 4 ദിവസങ്ങളായും രാവിലെ മുതൽ രാത്രിയെന്നോ രാവിലെയെന്നോ പുലർച്ചെയെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ധാരാളം ആളുകൾ തമ്പടിച്ചു നിൽക്കുന്ന ജന്തർ മന്ദറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും CJP അതിന്റേതായ സവിശേഷതകളോടെയുള്ള പ്രതിഷേധം തുടരുക തന്നെയാണ് ചേരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? രാവിലെ സമര പരിസരം സജ്ജമാണോ? മധു, ജന്തർ മന്ദർ സമര കേന്ദ്രം എന്നത് ആളുകൾ കാര്യമായി തന്നെ സാന്നിധ്യമുണ്ട്, യുവ സാന്നിധ്യം ഉണ്ട്, വലിയ തോതിലുള്ള ആളുകളുടെ ഇങ്ങോട്ടേക്കുള്ള വരവുമുണ്ട്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമരത്തെ സമ്പൂർണ്ണമായും ഞെരുക്കുക എന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയായി വന്നു ചേർന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായി വലിയ തോതിലുള്ള പോലീസ് വിന്യാസമുണ്ട്. അതുകൂടാതെ മെട്രോ നിയന്ത്രണമുണ്ട്, ഇന്റർനെറ്റ് നിയന്ത്രണമുണ്ട്. ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്ന മിക്കവാറും പ്രവേശന കവാടങ്ങളിലൊക്കെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിയന്ത്രണമുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ഒരു കാര്യം പ്രധാനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതിനു ശേഷം ഏറ്റവും പ്രധാനമായ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങുന്നത് കർഷക സമരത്തിലാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. BJP ഭരണത്തെ പൊതുവായി എടുത്തു നോക്കുമ്പോൾ കർഷക സമരത്തിലാണ് ഒരു പ്രധാനപ്പെട്ട വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ വഴങ്ങുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് പ്രധാനം. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കം ഈ സമരത്തെ മറ്റൊരു രൂപത്തിലാണെങ്കിൽ പോലും അതിന് കൂടുതൽ പിന്തുണ നൽകും വിധമുള്ള നിലപാടുകൾ എടുക്കുന്നു എന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള പ്രക്ഷോഭങ്ങളും ശ്രദ്ധ നേടുന്നു. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ നിലപാടുമായി അവർ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകൾ പൊതുവെ ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ അവഗണിക്കുന്നുണ്ട് എങ്കിലും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കർശനമായ നിലപാട് തുടരുന്നുണ്ട് എങ്കിൽ പോലും പ്രധാനമന്ത്രിക്ക് തന്നെ ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കുന്നു, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന സന്ദേശം കൃത്യമായി നൽകുന്നു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഇന്ന് ചർച്ചയ്ക്ക് വഴി ഒരുങ്ങും എന്നതാണ് ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിന് സന്നദ്ധമാണെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. ആവർത്തിച്ച് JP നദ്ദ ഉൾപ്പെടെയുള്ള ആളുകൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട ഒരു സാഹചര്യം, ഒരു നിർബന്ധിതാവസ്ഥ എന്തായാലും രൂപപ്പെട്ടിട്ടുണ്ട്. സമ്പൂർണ്ണമായി ആ മേഖലയിൽ നിന്നുള്ള, അതായത് ഞാൻ നിൽക്കുന്നതിന് നേരെ എതിർഭാഗത്ത് ഇതിന് പ്രവേശന കവാടമാണ്, വലിയ പോലീസ് സന്നാഹമാണ്. നമുക്ക് അവിടെ നിന്ന് ഈ തത്സമയം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഇന്റർനെറ്റ് നിയന്ത്രണമുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങോട്ടേക്ക് അതുകൊണ്ട് അവരുടെ ഈ പല രൂപത്തിലുള്ള, പ്രത്യേകിച്ച് ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ആശയവിനിമയം എത്രയും വേഗത്തിൽ സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദിൽ പാലോട് കൂടി ജന്തർ മന്ദറിന്റെ പരിസരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി വിദ്യാർത്ഥികളെ വേട്ടയാടില്ല, അവർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പും പാർലമെന്റിൽ ചർച്ചയാകാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പും പരിഗണിച്ചുകൊണ്ടാണ് സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. CJPയും അക്കാര്യം അദ്ദേഹത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമായും CJP മുന്നോട്ട് വെച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അതിൽ യാതൊരു ഉറപ്പും ഇതുവരെയും കിട്ടിയിട്ടുമില്ല. കാരണം എന്തുകൊണ്ട് സോനം വാങ്ചുക് ഇത് സംബന്ധിച്ചുള്ള ചില രേഖകൾ തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. അതിൽ പ്രധാനം സമരക്കാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ മാസം 20-ാം തീയതി പാർലമെന്റ് ഈ മാർച്ചിൽ വലിയ തോതിൽ സംഘർഷമുണ്ടാവുകയും പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തി, ഗുരുതര കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. 10 FIR-കളാണ് രജിസ്റ്റർ ചെയ്തത്. 100 കണക്കിന് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നതാണ്. ഈ കേസുകളിലൊന്നും തുടർ നടപടി ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് സോനം വാങ്ചുകിനെ നൽകിയിരിക്കുന്നത്. സമരക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അത്. ഒപ്പം ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതായിരുന്നു CJPയുടെ ആവശ്യങ്ങളിൽ പ്രധാനം. ഇക്കാര്യം പരിഗണിച്ച് നഷ്ടപരിഹാരം ഉചിതമായി തന്നെ നൽകും എന്ന ഉറപ്പ് സോനം വാങ്ചുകിന് നൽകിയിട്ടുണ്ട്. ഒപ്പം ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക നയം. സാദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത ഇന്റർനെറ്റ് നിരോധനമുണ്ട്.
ഈ ജന്തർ മന്ദറിന്റെ 1.5 കിലോമീറ്റർ പരിസരത്താണ് ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എവിടെ പ്രതിഷേധമുണ്ടെങ്കിലും എടുത്തു പയറ്റുന്ന ഒരു ആയുധമാണ് ഇന്റർനെറ്റ് നിരോധനം എന്നത്. അവിടെ കടുത്ത ഇന്റർനെറ്റ് നിരോധനമാണ്. നമുക്കറിയാം, ഈ CJPയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ പുറത്ത് വിടുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഈ വീഡിയോകൾ എടുക്കുകയും പിന്നീട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. കടുത്ത ഇന്റർനെറ്റ് നിരോധനമാണ്. CJPയുടെ പ്രചാരണം ഇന്റർനെറ്റിലൂടെയാണ് എന്നതുകൊണ്ട് തന്നെ കടുത്ത ഇന്റർനെറ്റ് നിരോധനമാണ് കേന്ദ്ര സർക്കാർ ജന്തർ മന്ദറിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്.